അപ്പം നമുക്കിന്ന് നല്ലൊരു മഞ്ഞ രസം ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഇതെൻ്റെ വല്യമ്മച്ചി ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും അതിൻ്റെ രുചി മാറിയിട്ടില്ല. കാരണം നല്ല കല്ലിലൊക്കെ വെച്ച് അരച്ച മുളകൊക്കെ ചേർത്ത് അരച്ച അയലക്കറിയും ഈ രസവും നമ്മുടെ പച്ചത്തക്കാളി വെച്ചിട്ടുണ്ടാക്കുന്നൊരു തോരനും. എൻ്റെ അമ്മോ! ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനായിരുന്നു കേട്ടോ. ഇപ്പോഴും സത്യം പറഞ്ഞാൽ അതിൻ്റെ രുചി നാവിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനതുകൊണ്ട് ഈ രസം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഇത് കുറച്ച് ദിവസം ഇരിക്കും. ഇങ്ങനെ വെച്ചിരുന്ന് നമ്മൾ കൂട്ടും തോറും ഇത് മൺകലത്തിൽ വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കൂട്ട് ഇത്രയേ ഉള്ളൂ. വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക് നല്ല രീതിയിൽ ക്രഷ് ചെയ്തിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി നല്ലതുപോലെ മൂപ്പിക്കുക. നല്ല മൂത്ത മണം വരുമ്പോഴത്തേന് കുറച്ച് കായപ്പൊടി ചേർക്കുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുക. നല്ല വൃത്തിക്ക് തിളപ്പിച്ചിട്ട് ഉപ്പിടുക. എന്നിട്ട് തിളപ്പിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ രസം ഉണ്ടാക്കാൻ. പക്ഷേ നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ ഫാനാവും. കുറച്ചെങ്കിലും ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണിത്. അപ്പം ഈ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് മൺകലത്തിൽ ഇത് ഉണ്ടാക്കിയിട്ട് മൺകലത്തിൽ ഒഴിച്ച് വെക്കണം കേട്ടോ. പിന്നെ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാൻ എൻ്റെ ദൈവമേ ഇതിൻ്റെ കൂടെ എനിക്കിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയർ തോരന്, പിന്നെ ഒരു ഉണക്കമീൻ. വേറെ ഒന്നും വേണ്ട. സ്വർഗ്ഗം കാണും നമ്മൾ, സ്വർഗ്ഗം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.